ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാപ്പിയും കുഞ്ഞിയും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇക്കാക്കാക്ക് ഞാനൊരു ചെറിയ ടാസ്ക് കൊടുക്കാണ് കേട്ടോ. കുറച്ച് എന്റെ മേക്കപ്പ് പ്രോഡക്ട്സ്, ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഇക്കാക്കാടെ അടുത്ത് ഞാൻ എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാൻ പറയാണ്. സുന്ദരി ആവോ അതോ വേറെ വല്ലതൊക്കെ ആവോ എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം എന്തൊക്കെയാണ് എടുക്കണ്ടേ, എന്തൊക്കെയാണ് മൊത്തം എവിടേക്കാണ് ഇടേണ്ടതെന്ന് നിക്കാക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ റെഡി ആവുമ്പോണ്ടല്ല ഇങ്ങനെ ഫോണിൽ നോക്കി കിടക്കാറുണ്ട് പതിവ്. അപ്പൊ എന്താ ചെയ്യണേ നോക്കാം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. അതെനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യം ഇതാണ് ഇടാൻ പോണത്. ഞാന് ഒന്നും പറഞ്ഞു കൊടുക്കൂല കേട്ടാ. ഇതുമ്മ തേക്കണ ബ്രഷ് ഇതിലുണ്ട്? ഇല്ല. ഇല്ലേ? ഇതിങ്ങനെ കൈകൊണ്ട് തേക്കണേ? ഞാൻ കൈകൊണ്ട് തേക്കാം. പക്ഷെ ബ്രൂട്ടീഷൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടും. ഞാൻ പാടില്ല, തുറക്കരുത്. ഇത് എവിടെയായിരുന്നതാ? ഇത് മോതിരണല്ലേ? ഇവിടെ ഇരിക്കുന്ന മോതിരണ. അത് നന്നായത്. ഇതിനകത്ത് ഓവറായിട്ട് വല്ല നോക്കട്ടെ. ഫൗണ്ടേഷൻ. ഇന്നെ ഫൗണ്ടേഷൻ എന്ന് പറയണല്ലേ, കേട്ടിട്ടുണ്ട്. അതിന്റെ ഹൈലൈറ്റർ ഇട്ടു. ഇനി ഫൗണ്ടേഷൻ ഇട്ടു. ഹൈലൈറ്റർ എന്നാണ് അതിന്റെ പേര്. ഉള്ളത് പറയാലോ, പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. എന്താ കുട്ടികൾക്ക് ഇന്നൊരു താജ്മഹൽ ഞാൻ പണിയും. അനങ്ങിയാലത് കുത്തമ്മീനാ. സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. എവിടെ ഉടനെ കണ്ടല്ല. ഇത് പുരികത്തിലാണ് ഇറങ്ങ. കണ്ണി പോയി കഴിഞ്ഞാൽ അമ്മേന്ന് വിളിക്കാല. കണ്ണു നോക്കാൻ പറ്റേ. ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അണിഞ്ഞാലത് കുത്തമ്മീനാറാകും. ഹൈപ്പർ കേളോ ആയിരിക്കോ? മസ്കാര എടുത്ത് തിരികത്തിലുണ്ട്. ഇതെന്നത്? എനിക്ക് പറ്റൂല. ലിപ്സ്റ്റിക് ആണോ? ചുണ്ടാണിച്ച് പുറത്തേക്ക് മനസ്സിലാവണില്ല. കേരളത്തിലെ കാലാവസ്ഥയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് സ്പെഷ്യൽ വാട്ടർ പ്രൂഫിംഗ് വാറന്റിയോടുകൂടി. ജനിച്ചിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ചേട്ടന് മനസ്സിലായില്ലേ? ഇല്ല. എടാ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മലേ? ഇല്ല. ആരോ? ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഇത് ലിപ്സ്റ്റിക്കിന്റെ തന്നെയാണോ? അത് വീട്ടല്ലേ വേണ്ട. ഇത് തന്നെ പറ ചോക്ലേറ്റിന്റെ പൊടി ഇരിക്കുന്ന സാധനം. എടുത്ത് തിന്നേക്കല്ലേ. കൊറച്ചീച്ച മാന്ത്. അതെനിക്കറിയോ ഇത് എന്റെ അളവ്. ഇത് ഇങ്ങനെ ഇടണേണോ? അല്ലേ? ഇതെന്നെ സാധനം എനിക്കറിയില്ല. അറിയില്ലല്ലോ. എവിടെങ്കിലും ഇണ്ട്. ഫൗണ്ടേഷൻ ആണോ? അല്ല. അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ടവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, മോൻ കഴിവണത് ആട്ടും പാലില്. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഐബ്രോ ഒരു ഇത്തിരിയുണ്ട്. എന്തൊക്കെ ഇങ്ങനെ ആരും മേക്കപ്പിന് അങ്ങനെ തിരിച്ച് ഇങ്ങനെ അടിക്കണ ബ്ലഷാണ്. മുത്തർന്ന അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കാനല്ലേ? ഇതിങ്ങനെ പരത്തി കൊടുക്കില്ല. കൈ വെച്ചിട്ട് വേണി ഇതൊന്നും ഞാൻ പറഞ്ഞുതരൂല. ആണെങ്കിൽ പരത്തോ നീട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ഇടപൊഴിയാതെ മഴ പെയ്താൽ പായലും പൂപ്പലും ഒന്നിച്ചെത്തും. ചിട്ടോളം ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം തേക്കാൻ പോകുന്നു. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് അല്ലേ കാ? അതോടുകൂടി നൈസമ്മ ഇന്ന് വരെ കാണാത്ത രൂപത്തിലേക്ക് മാറും. ഇതോടുകൂടി തീരുട്ടാ. ഞാൻ തേച്ചോളാം. ഞാനിച്ചിരി സുന്ദരനാട്ടെ.
വിരൂപനോട്ട് അതോട് മാറ്റി ആ പിടിപ്പിച്ചു. ആഹാ മുടുക്കനായിപ്പ. എന്താണ് എന്റെ കോലം എന്ന് നോക്കിക്കോളൂ നിങ്ങള്. വേണമെങ്കിൽ ഒന്ന് ഫസ്റ്റ് zoom തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഹൈലൈറ്റർ ഇട്ട് പിന്നെ എന്താ മറ്റേ ഐലൈനർ എടുത്ത് കുറെ പിരികത്തും തേച്ച് ബാക്കി കണ്ണിലും തേച്ച് പിന്നെ മറ്റേ മസ്കാര എടുത്ത് പിരികത്ത് തേച്ച് അതാണ് ഹൈലൈറ്റ് ഇവിടുത്തെ. മസ്കാര സഹിക്കാൻ പറ്റൂല എടുത്ത് മക്കളെ. ഫൗണ്ടേഷൻ വെച്ച് 1/2 കിലോ ഫൗണ്ടേഷൻ എടുത്ത് മുഖത്ത് ഇങ്ങോട്ട് പൊത്തി അതിനുശേഷം ലിപ്സ്റ്റിക്ക് വാരിയിട്ട് കുത്തി ആദ്യം ഇടണ്ട മോയ്സ്ചറൈസിംഗ് ക്രീമും സൺസ്ക്രീമും ഒക്കെ എന്ത് ചെയ്തു Last ഇട്ട്. ഇതാണ് ആദ്യം ആ. അതെ ഇതിന്റെ പണിയൊക്കെ തുടങ്ങണേ. അതെ ഉടുക്കനായിട്ടുണ്ട്. എന്റെ കോലൻ അന്ന് കാണിച്ചേ. അത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്തേ? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. സൂപ്പറായിട്ടാ മേക്കപ്പ് അല്ലക്കുണ്ട്. ഒന്നും അറിയാൻ പാടാതെ ഇപ്പൊ മനസ്സിലായില്ലേ. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന് വിചാരിച്ചാണ് മേക്കപ്പ് വീഡിയോ ഒക്കെ ആയിട്ട് ഇതാക്കിയത്. ഒന്നും അറിയാൻ പാടാതെ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പിന്നെ മനഃപൂർവ്വം ഒന്നും പറഞ്ഞു കൊടുത്തില്ല, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല കോലായിട്ടില്ലേ? പിന്നെ അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടവരെ ബൈ ബൈ. മേക്കപ്പ് ചെയ്തില്ലേ അതൊന്ന് ഞാൻ ഉമ്മിച്ചീനെ കാണിച്ചോട്ടെ. ഉമ്മിച്ചിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാന്ന് നോക്കും. ഇക്കാക്ക മേക്കപ്പ് ചെയ്തതാ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. ഇനി തേച്ച് കഴുകാൻ പോണേ. ബൈ ബൈ. ഹലോ ഗേസ്, കുറേ വെളിച്ചെണ്ണ എടുത്ത് മുഖത്ത് വരി തേച്ചിട്ട് നിൽക്കണ്ടാ. ഇനി കുറച്ച് ഫേസ് വാഷും കൂടെ ഇട്ട് ക്ലീൻ ചെയ്താൽ ശരിയാവുമെന്ന് വിചാരിക്കണം. അത്രയ്ക്ക് കരി ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഹൈലൈറ്ററും കുറേ വരി തേച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ചത് അതിൽ നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇതാണ് വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയണത്. തൽക്കാലം ഇത്രയും മതി. ഞാൻ പോകുന്നു. ബൈ ബൈ.